നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഒരു ഭർത്താവിനെ ചെകുത്താമ്പാറയുടെ മുകളിൽ നിന്നൊക്കെ തള്ളിയിടുന്നു എന്ന് പറയുന്നത് വരെയൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. വീണ് കഴിഞ്ഞ് പാറ വിളിമ്പിക്കിടന്ന് യാചിക്കുന്ന സ്വന്തം ഭർത്താവിന്റെ കൈ ചവിട്ടി പിടുത്തം വേർപെടുത്തി കൊക്കയിലേക്ക് തള്ളുക എന്നൊക്കെ പറഞ്ഞ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഭർത്താവിനോടല്ല, ഒരു മനുഷ്യജീവിയോട് ചെയ്യാൻ പറ്റുമോ അങ്ങനെ? സമസ്ത അപരാധം പറഞ്ഞ് കരയല്ലേ അവൻ ചെയ്തത്. അമ്മയ്ക്ക് വേണ്ടി ജീവിക്കണമെന്ന് പറഞ്ഞ് അവൻ കേണതല്ലേ. കരുണയുടെ തരിമ്പ് തോന്നാതിരിക്കും ഒരു പെണ്ണിന്. അതാണ് സുസ്മിത, ആർക്കും പിടികിട്ടാത്ത ഒരു യക്ഷിക്കഥ. അപ്പോ വിജയനെ പറഞ്ഞ് ഇങ്ങോട്ട് അയച്ചിരിക്കുന്നതും അവള് തന്നെ അല്ലേ? സംശയമില്ല രാജ്യമ്മേ. ആ, ഏതോ ഒരു ബോസ് സാറ് പറഞ്ഞിട്ടാ അയാൾ ഇവിടെ രോഹിത്തിനെ തെരഞ്ഞു നടക്കുന്നത്. രോഹിത്തിനെ കിട്ടിയ കൊല്ലേണ്ടത് എങ്ങനെയാന്ന് വരെ അവര് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവനത് ചെയ്യും. ഈ ഊരിലെ ചോറ് തിന്ന് വളർന്നവനാ. മലമുത്തപ്പന്റെ ക്ഷേത്രത്തിലാരോ പിഴച്ചു പെറ്റിട്ടിട്ട് പോയതാ. ആ കൈക്കുഞ്ഞിനെ ഓരോരോ കൈമാറി വളർത്തിയത് ഈ സെറ്റിൽമെന്റ് കോളനിയിലെ അമ്മമാരാ. എങ്ങനെയൊക്കെയോ തട്ടിയും മുട്ടിയും 10ാം തരം പാസ്സായി അവൻ പോലീസായപ്പോ ഞങ്ങളൊക്കെ സന്തോഷിച്ചതാ. ഈ കോളനിയിലെ അമ്മമാരുടെ കണ്ണീരിന്റെ ഉപ്പ് കൂട്ടിക്കൊഴിച്ച ഇപ്പൊ അവൻ ഓരോ ഉരുള ചോറും ഉണ്ണുന്നത്. ഈ കോളനിയുടെ മുക്കുമൂലെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് പുറത്തുനിന്നുള്ളവരെ എന്ത് നെറുകേട് കാട്ടാൻ വന്നാലും അവൻ ആ കൂട്ടിന്. 10 രൂപ നോട്ട് നിലത്തിട്ട് കൊടുത്ത നക്കിയെടുക്കുന്ന ചേറ്റ. സ്വന്തം ബന്ധുവില്ല, അമ്മയെന്നോ പെങ്ങളെന്നോ ഇല്ല. ഇവന്റെ ഫോട്ടോ കാണിച്ചിട്ട് വേണ്ടാത്ത ചില കാര്യങ്ങളാ അവൻ എന്നോട് പറഞ്ഞത്. അവന്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് ഞാൻ ഒരു പരിചയവും നടിച്ചില്ല. അത് തൽക്കാലം രക്ഷയായി. അല്ല, അപ്പൊ അയാളെ കൊണ്ട് ഇനി ശല്യം ഉണ്ടാവില്ലല്ലേ? അല്ല ശാരദാമ്മേ, അവൻ ഇനിയും വരും. അയ്യോ, പാമ്പിനെ പോലെ ഉടല് മുഴുവൻ ചെവിയാ അവന്. ഈ കോളനിക്കാരുടെ ഓരോ കാര്യവും അവന് തൊട്ടറിയാം. ഇവിടെ ഉണ്ടായിരുന്നത് രോഹിത്താണെന്ന് എന്റെ മുഖത്തുനിന്ന് തന്നെ അവൻ വായിച്ചെടുത്തിട്ടുണ്ടാവും. രോഹിത്ത് വേറെ എങ്ങോട്ടും പോവില്ലെന്നും ഇവിടെ തന്നെ തിരിച്ചെത്തുമെന്നും അവൻ ഊഹിക്കാം. പിന്നെന്താ അയാൾ ഇങ്ങോട്ട് വരാത്തത്? ഞാനൊന്നും വിട്ടു പറയാത്തതുകൊണ്ട് രോഹിത്തിനെ നമ്മൾ സംരക്ഷിക്കാൻ ശ്രമിക്കുവാണെന്ന് അവൻ കരുതി കാണും. സ്വാഭാവികമായിട്ടും ഇവനെ നമ്മൾ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നും സംശയിക്കും. അവൻ ഇങ്ങോട്ട് ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നുമ്പോ നമ്മള് രോഹിത്തിനെ പുറത്തു കൊണ്ടുവരുമല്ലോ. അപ്പൊ ഇങ്ങോട്ട് ഇടിച്ചു കയറി വരാനാവും അവന്റെ പ്ലാൻ. അവനെ ഇന്നും ഇന്നലെ ഒന്നും കാണുന്നവളല്ലോ ഞാൻ. എന്നാ പിന്നെ രോഹിത്തിനെ നമുക്ക് എങ്ങോട്ടെങ്കിലും ഒന്ന് മാറ്റിയാലോ രാജ്യമ്മേ? അത് കൂടുതൽ അപകടമാവും. കള്ളും കഞ്ചാവും ഒക്കെ കൊടുത്ത് ഈ കോളനിയിലുള്ള ചെറുപ്പക്കാരെ ഒക്കെ കയ്യിലെടുത്തിട്ടുണ്ടവൻ. ഈ വീടിന് പുറത്ത് രോഹിത്തിനെ ഏതു വിധത്തിലും അപകടപ്പെടുത്താം. വീണ്ടും നമ്മൾ ഇവനെ ഒരിക്കലും കണ്ടെത്തിയെന്നും വരില്ല. അയ്യോ, സുസ്മിത വിചാരിച്ചതെല്ലാം എളുപ്പത്തിൽ നടക്കും. പിന്നെന്താ ഒരു വഴി? അത് തന്നെയാ ഞാനും ആലോചിക്കുന്നത്. ഒരു കാര്യം ഉറപ്പാ, ഈ ശാരദയുടെ അവസാന ശ്വാസം കൂടി നിലച്ചിട്ടെ ഇവനെ ആരെങ്കിലും തൊടൂ. രോഹിത്തിനെ നമ്മൾ എങ്ങോട്ടും വിടുന്നില്ല. പഴയതൊന്നും മറന്നിട്ടില്ല നീ അല്ലേ? മറക്കാൻ പാടില്ലല്ലോ. വീട്ടിൽ കുന്തിരിക്ക പക ഐശ്വര്യം നിറയ്ക്കുന്നു മനസ്സിലായി. ഈ തൊഴുത്തിലും അത് തന്നെയാണോ അവസ്ഥ? ദുഷ്ടസാന്നിധ്യങ്ങളില്ലാത്തതുകൊണ്ട് ഈ തൊഴുത്ത് ഞങ്ങൾക്ക് സ്വർഗം. സത്യാമ്മേ,
എന്റെ മോൾ എവിടെ? കണ്ടില്ലല്ലോ. മോള് വിഷ്ണുവേട്ടന്റെ അടുത്തുണ്ട്. വിഷ്ണുവേട്ടാ, ആ അച്ഛന്റെ മോൾക്ക് മോളു, മുത്തശ്ശിയുടെ ചക്കരങ്ങ വന്നേ. സുഖാണോടെ എന്റെ മോളൂട്ടിക്ക്? ഇന്ന് മോളെ കുളിച്ച് സുന്ദരിയായല്ലോ. എന്റേടാ, എന്തു പറ്റി? ഓ, എന്തു പറ്റി? അവളെ ഇനി തന്നേക്ക് സത്യാമ്മേ. ഓ മക്കള് വാ. ഓ ഓ ഓ ഓ ഓ ഓ എന്തു പറ്റി അവൾക്ക്? കുഞ്ഞാണെങ്കിലും ഇവളും പഴയതൊന്നും മറന്നിട്ടുണ്ടാവില്ല സത്യാമ്മേ. ഓ, മോളെ കാണാൻ വന്നാ? ഏയ് ഏയ് ഞാൻ ഇത് തരാൻ വന്നതാ. ഇവൾക്ക് എന്തോ വന്ന ഒരു ലെറ്ററാ. സത്യാമ്മ വേണമെങ്കിൽ മോളെ കൊണ്ടുവയ്ക്കോ. കുറച്ചു കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു കൊണ്ടുവന്നോളാം. ഞാൻ എന്ത് ചെയ്യണമെന്ന് നീ എന്നെ പഠിപ്പിച്ചു തരിക? അതിനൊന്നും ആവശ്യം എനിക്കില്ല. അല്ല, മോൾക്ക് കുറച്ച് പരിചയം ആവട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞതാ. ഞാൻ ഇറങ്ങ വിഷ്ണു. ആ, എന്തെങ്കിലും കുടിക്കാൻ എടുക്കാൻ സത്യാമ്മ? പോകുന്ന വഴിക്ക് എവിടെ വേണമെങ്കിലും അത് ഇഷ്ടം പോലെ കിട്ടും. അത് വില കൊടുത്ത് വാങ്ങുന്നതല്ലേ. ചില കാര്യങ്ങള് വില കൊടുത്ത് വാങ്ങാൻ പറ്റില്ല സത്യാമ്മേ. ഇത്രയും കാലം ഇങ്ങനെയൊക്കെ തന്നെയാ സത്യഭാമ ജീവിച്ചത്. നിനക്കെന്തെങ്കിലും പഠിപ്പിക്കണമെങ്കിൽ ദാ ഇവനെ അങ്ങ് പഠിപ്പിച്ചാ മതി. ജയിച്ചു എന്നാവും അല്ലേ? തോൽക്കാൻ പറ്റില്ലല്ലോ അമ്മേ. എവിടെയൊക്കെ തോൽപ്പിക്കാൻ ശ്രമിച്ചാലും എന്റെ പാറക്കുട്ടിയുടെ മനസ്സിൽ മാത്രം വിഷം കുത്തിവെക്കരുതെന്ന് അവളോട് പറഞ്ഞേക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.